കട്ട് വർക്ക് പാറ്റേണിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. ഫുൾക്കാരി തെപ്ചി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതൊരു പേൾ ക്രീമിലായിരിക്കും ബേസ് വരുന്നത്. അതിൽ നല്ല കോമ്പിനേഷനിലാണ്. സാരിയുടെ ബോർഡറിൽ ആ ഒരു ഫ്ലോറൽ ത്രെഡ് വർക്ക് വന്നിട്ട് പേൾ ക്രീമിൽ തന്നെയായിരിക്കും കട്ട് വർക്ക് വരുന്നത്. സാരി ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി വരുന്നത്. ഒരു രണ്ട് സൈഡിലും ആ കട്ട് വർക്ക് പാറ്റേൺ വന്നിട്ട് ഫുൾക്കാരി തെപ്ചി കോട്ട തന്നെയാണ് സാരിയിൽ ആ ഒരു ടെക്സ്ചർ വരുന്നത്. ബോർഡർ വരുന്ന ഒരു പാറ്റേൺ ആണ്. ബേബി പിങ്ക് ആൻഡ് ബോട്ടിൽ ഗ്രീൻ ആണ് ഫ്ലോറൽ ഡിസൈൻസിന്റെ കോമ്പിനേഷൻ. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വന്നിട്ട് പേൾ ക്രീമിൽ തന്നെയായിരിക്കും കട്ട് വർക്ക് ബോർഡർ വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ ഇതേ പാറ്റേൺ തന്നെയാണ് പല്ലു. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി എല്ലാം സെയിം പാറ്റേൺ. ഇതേ കട്ട് വർക്ക് പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും അതേ ഒരു വർക്ക് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ ആണ് ബ്ലൗസ്. വീണ്ടും സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫുൾക്കാരി തെപ്ചിക്കോട്ട തന്നെ വരുന്നത്. കട്ട് വർക്കിന്റെ ആ ഒരു കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പം ഗ്രീനിന്റെ തന്നെ ഡിഫറെന്റ് ടോണിലാണ് വരുന്നത്. ബോട്ടിൽ ഗ്രീൻ ആൻഡ് ടീൽ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഫ്ലോറൽ ത്രെഡ് വർക്ക് വന്നിട്ട് ഹണി കോമ്പിൽ തന്നെയായിരിക്കും കട്ട് വർക്ക് പാറ്റേൺ വരിക. ഒക്കെ എല്ലാം സെയിം തന്നെ ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും. ബോർഡറിന്റെ സ്ലീവിലും ഈ ഒരു വർക്ക് തന്നെ ആയിരിക്കും ബോർഡറിൽ ബ്ലൗസിൽ വരിക. നെക്സ്റ്റ് കട്ട് വർക്ക് പാറ്റേണിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഡാർക്ക് പീച്ചും നേവി ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനിലാണ് കട്ട് വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. കട്ട് വർക്കിന്റെ പാറ്റേൺ ഹണി കോമ്പ് തന്നെയായിരിക്കും. പേൾ ക്രീമിൽ തന്നെയായിരിക്കും വരിക. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് നേവി ബ്ലൂ വിത്ത് പീച്ച്. അതേ ഫുൾക്കാരി തെപ്ചിക്കോട്ട തന്നെ പാറ്റേൺ വരുന്നത്. റണ്ണിങ് ബ്ലൗസിന്റെ സ്ലീവിലും അതേ ഒരു വർക്ക് വരുന്നുണ്ട്, കട്ട് വർക്ക് വരുന്നുണ്ട്. ഫുൾക്കാരി കട്ട് വർക്കിൽ നെക്സ്റ്റ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ലാവൻഡർ വിത്ത് ബ്ലാക്ക് ആണ് ആ ഒരു വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത്. കട്ട് വർക്ക് വരുന്നത് പേൾ ക്രീമിൽ തന്നെയായിരിക്കും. ഇതായിരിക്കും ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയുടെ പാറ്റേൺ. വിത്ത് അതേ ഒരു സ്കാലപ്പ് ഫിനിഷിലായിരിക്കും കട്ട് വർക്ക് ബോർഡർ വരുന്നത്. റണ്ണിങ് പല്ലു വിത്ത് ബ്ലൗസ്. ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല സോഫ്റ്റ് കളർ പാരറ്റിലാണ് സാരി ഫ്ലോറൽ ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത്. ഇതായിരിക്കും സാരിയുടെ ഓരോ ലുക്ക് ഇങ്ങനെ വരും. ഫുൾ ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ്. ഒരു ബേബി പിങ്ക് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഓരോ ഡിസൈനിലും ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലായിരിക്കും ഓരോ ഡിസൈനും ഹൈലൈറ്റ് ചെയ്യുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ, റിബൺ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഹാഫ് പോർഷനിലായിരിക്കും ഒരു പ്ലീറ്റ്സ് വരുമ്പം ഒരു ഫ്ലോറൽ ഡിസൈൻസും ചെയിൻ സ്റ്റിച്ച് പാറ്റേൺസും വരുന്നുണ്ട്. ചെസ്റ്റ് പോർഷൻ വരുമ്പം രണ്ട് സൈഡിലും അപ്പറും ലോവറും വരുന്നത് ആ ഒരു സോഫ്റ്റ് കളർ പാരറ്റിൽ തന്നെയുള്ള ഫ്ലോറൽ പാറ്റേണിലാണ്. ബേബി പിങ്ക് ആൻഡ് ഗ്രീൻ, ഒരു ലൈറ്റർ മസ്റ്റേർഡ്, പീച്ച് ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും കേട്ടോ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. അതിലൊരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിലായിരിക്കും ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ. മുന്താടിയും സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ 3 കളറാണ്. പീച്ച്, ബേബി പിങ്ക്, ഒരു പാരറ്റ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിൽ വന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു പാരറ്റ് ഗ്രീൻ ബ്ലൗസ് ആണ് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ വരുന്ന ബ്ലൗസും ഫുൾ ആ ഒരു വർക്കിൽ തന്നെയാണ് വരുന്നത്. ബ്ലൗസിന്റെ ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറൽ ഡിസൈൻസും ചെയിൻ സ്റ്റിച്ച് വർക്ക് വന്നിട്ട് രണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. വീണ്ടും അതേ ഡിസൈൻ തന്നെ വരുന്നത്. വളരെ സോഫ്റ്റ് കളർ പാലറ്റിലാട്ടോ നെക്സ്റ്റ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. പാർട്ടി വെയർ സാരിയാണ്. ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ട് ഫീലിലാണ് സാരി വരുന്നത്. കളേഴ്സ് വരുന്നത് വളരെ സോഫ്റ്റ് ആണ്. ലാവൻഡർ ആണ് വരുന്നത്. ലാവൻഡറും ബേബി പിങ്കും പാരറ്റ് ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഓരോ ലുക്ക് ഇങ്ങനെ വരും. ഫുൾ ആ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. മുന്താണിയിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേൺ തന്നെയാണ്. ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലായിരിക്കും എല്ലാ സാരിയുടെയും ആ ഒരു ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിൽ വരിക. ബ്ലൗസ് ഫുൾ വർക്കിലാണ്. ആ ഒരു ബാക്ക് പോർഷനും രണ്ട് സ്ലീവിലും ഫുൾ വർക്ക് ആയിരിക്കും. ഈ ഒരു പാറ്റേണിലാണ്. ഇത് ബാക്ക് പോർഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കൂടാതെ രണ്ട് സ്ലീവിലും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് സ്ലീവ് വരുന്നത്. വീണ്ടും നല്ല സോഫ്റ്റ് കളറിലാണ് വരുന്നത്. എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സ് ആണ്. ഇത് വരുന്നത് ലൈറ്റ് മസ്റ്റേർഡ്, പീച്ച് ആ ഒരു കോമ്പിനേഷനിലാണ്. ഗ്രീൻ 3 കളർ ടോണിലായിരിക്കും വരുന്ന സാരി. സെയിം അതേ പാറ്റേൺ തന്നെ. ചെയിൻ സ്റ്റിച്ച് വർക്ക് വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഫുൾ വർക്കിൽ തന്നെ ബാക്ക് പോർഷനും രണ്ട് സ്ലീവിലും ഫുൾ വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി റിവേഴ്സ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഗ്രീനും മസ്റ്റേർഡിലും കൂടിയായിരിക്കും സാരിയിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരും. ഇതും അതേ സോഫ്റ്റ് കളറിൽ തന്നെ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. പാരറ്റ് ഗ്രീൻ വിത്ത് ലൈറ്റർ മസ്റ്റേർഡ്. ഇതിലെല്ലാം ഈ ഒരു ഗ്രീൻ ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ സാരീസിനും കോമൺ ആയിട്ട് ഒരു പാരറ്റ് ഗ്രീൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഗ്രീൻ ബ്ലൗസ് നല്ലതായിരിക്കും സാരിക്ക്. സാരിയുടെ കൂടെ വരുന്നതും റണ്ണിങ് ബ്ലൗസ് ഫുൾ വർക്കിൽ തന്നെ ആയിരിക്കും. ബാക്ക് പോർഷനിലും രണ്ട് സ്ലീവിലും ആ ഒരു വർക്കിലായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്.
നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പൗഡർ ബ്ലൂ, അക്വ ബ്ലൂ ആൻഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. സെയിം പാറ്റേൺ, ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഈ ഒരു കോമ്പിനേഷനിലാണ് ഫുൾ സാരി വരുന്നത്. ബോർഡർ, പല്ലു, ബ്ലൗസ് എല്ലാം സെയിം പാറ്റേൺ.